ഡോക്ടർ, ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ആൽക്കഹോളിസം അയാൾ എഫക്റ്റ് ചെയ്യുന്നതും ഹെൽത്തി അല്ലാത്ത ലൈക്ക് ഇപ്പം ഡയബറ്റീസ് ഉള്ള ആളാണ്, എങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും? സ്വാഭാവികമായിട്ടും ഹെൽത്തി അല്ലാത്ത ആൾക്ക് കൂടുതൽ പ്രയാസങ്ങളുണ്ടാവും, ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും. ശരീരത്തിന് ഒട്ടും താങ്ങാൻ പറ്റാത്ത രീതിയിലോട്ട് ആൾക്കോൾ ചെന്ന് കഴിഞ്ഞാൽ ലിവറും എല്ലാം ഫങ്ഷൻ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ വീണ്ടും ആൾക്കാർ ചെന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അൺഹെൽത്തിയായി മാറിക്കൊണ്ടിരിക്കത്തില്ല. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ റിസ്ക് ഫാക്ടർ എത്രത്തോളമാണ് ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ? ഇവർക്കെല്ലാം റിസ്ക് ഫാക്ടറാണ്. നോർമലായിട്ടുള്ള ഒരാൾക്ക് റിസ്ക് ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇവർക്കുള്ള റിസ്ക് അതിനെക്കാട്ടും എന്തായാലും കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് റിസ്ക് ഫാക്ടർ വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവർ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ശരിക്കും ഇതൊരു അഡിക്ഷൻ ആണല്ലോ ഈ മദ്യപാനം എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ നമുക്ക് അത് ആൾക്കാരിൽ നിന്ന് മീൻസ് അവരെങ്ങനെ ഇതിന്ന് ഡി അഡിക്ഷനിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം? അഡിക്ഷൻ ആയിട്ടുള്ളവർക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ്, ഡി അഡിക്ഷൻ തെറാപ്പീസും ഒക്കെ ഉണ്ട്. പക്ഷേ അധികം അഡിക്ഷൻ ആയിട്ടുള്ളില്ല. അതിപ്പം പല രാജ്യങ്ങളുണ്ട്. ഇപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ മദ്യം നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങൾ, പണ്ട് ഇപ്പോഴല്ല, നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ റഷ്യയൊക്കെ നേരത്തെ മദ്യം നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. പക്ഷെ അതെല്ലാം തിരിച്ചു കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പം മദ്യ നിരോധനമല്ല, മദ്യവർജനമാണ് ശരിക്കും ഇതിനകത്ത് ചെയ്യേണ്ടത്. അപ്പോൾ സ്വയം ഓരോരുത്തരും ചിന്തിക്കുക, മദ്യം വർജിക്കുക എന്നുള്ളതാണ്, അല്ലാതെ മറ്റേ ഫോഴ്സ് കൊണ്ടൊന്നും ചെയ്യേണ്ടുന്ന കാര്യമല്ല ഇത്. നമ്മുടെ ലിവറിനെ നമുക്ക് എങ്ങനെ ഹെൽത്തിയായി സൂക്ഷിക്കാം? സാധാരണ രീതിയിൽ പണ്ട് നമ്മൾ കഴിച്ചിരുന്നത് പോലുള്ള നാച്ചുറലൊക്കെ മടങ്ങുകയും ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുകയും ആൽക്കഹോളായിട്ടുള്ള ഈ ഐറ്റംസ് ഒഴിവാക്കുകയും നോർമൽ ഡയറ്റ്, സാധാരണ പണ്ട് നമ്മൾ പച്ചക്കറികളും കാര്യങ്ങളും നിലത്തുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. അതിനൊക്കെ തിരിച്ചു വരുവാണെങ്കിൽ ലിവർ ഹെൽത്തി ആയിട്ട് തന്നെ സൂക്ഷിക്കാം. നമ്മുടെ ഇപ്പം ഈ പറയുമല്ലോ വെജിറ്റേറിയൻസ് ആണ് ഹെൽത്തി, ഇപ്പം മീറ്റ്, നമ്മൾ അതിനെ കുറിച്ച് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? അല്ല, അങ്ങനെ മീറ്റ് മോശമാണെന്നും വെജിറ്റേറിയൻ നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ ചില റിസ്കുകൾ കുറയും. ഇപ്പോൾ പ്രത്യേകിച്ചും ഞാൻ പറയാം, ഒരു കൊളോണിക് ക്യാൻസർ, വൻകുടലുണ്ടാകുന്ന ക്യാൻസർ നാച്ചുറലി ഈ നോൺ വെജിറ്റേറിയനകത്ത് കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ എന്തുകൊണ്ടുണ്ടാകുന്നു? വെജിറ്റബിൾസിനകത്ത് ഫൈബേഴ്സ് ഉണ്ട്. ഫൈബേഴ്സ് ഉണ്ടായതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവിനകത്ത് കൂടെ പിടിച്ചു നിർത്താനുള്ള വെള്ളം പിടിച്ചു നിർത്തും. അതുകൊണ്ട് മോഷൻ നന്നായിട്ട് പോകും, മോഷൻ അവിടെ കെട്ടി നിൽക്കുന്നില്ല. അതേസമയം നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു പ്രക്രിയ നടക്കുന്നില്ല. അതുകൊണ്ട് മോഷൻ അവിടെ നിൽക്കും. കുറേ നേരം രാസപ്രവർത്തനം ചെയ്യാനുള്ള അവസരം ഈ നോൺ വെജിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതങ്ങനെ ദീർഘകാലമാകുമ്പോഴത്തേക്ക് കാഴ്ചക്ക് എഫക്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് ക്യാൻസറൊക്കെ ആയി മാറുന്നത്. അതുകൊണ്ട് വെജിറ്റേറിയൻ കഴിക്കുന്നത് മോശമാണെന്നല്ല, നോൺ വെജിറ്റേറിയൻ മോശമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ വെജിറ്റേറിയൻ കഴിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കാം.